ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. നമ്മളാദ്യം റൈസാണ് റെഡിയാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് നമ്മൾ എടുക്കുന്നത്. ഏകദേശം 1.5 കിലോയുടെ റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി റൈസ് നന്നായിട്ട് കഴുകി നമ്മളിനി അത് അടുപ്പയിലോട്ട് വെക്കാൻ പോവുകയാണ്. ഈ റൈസ് ഇട്ട ശേഷം അതിനകത്തോട്ട് നമ്മളൊരു നാരങ്ങ ഫുള്ള് നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ നമ്മളൊരു ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ റൈസിന് ഇച്ചിരി മയം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഈ റൈസിനകത്തോട്ട് ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കണം, മിക്സ് ചെയ്യാൻ. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ അരി വെന്തോന്ന് നോക്കണം. നമുക്കൊരു 70% ഒരു വേവ് മതി. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം അരി ഏകദേശം നമ്മുടെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അരി മാറ്റി വെക്കാം. ഇപ്പം നമുക്കിനിയും ചിക്കൻ്റെ കാര്യം നോക്കാം. നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്താണ് നമ്മളിത് ബിരിയാണിക്കകത്ത് ഇടുന്നത്. അപ്പം നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സവാള വേണം. നമ്മളൊരു 6-7 സവാള എടുക്കുന്നുണ്ട്. ഈ സവാള നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പച്ചമുളകും തക്കാളിക്കുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പച്ചമുളക് ഇവിടെ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായതുകൊണ്ടാണ്. നമുക്കത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ തക്കാളി നമ്മളൊരു 7-8 എണ്ണം എടുക്കുന്നുണ്ട്. അതും നമ്മുടെ ഒരു ഇത് വെച്ച് നമുക്കെടുക്കാം. അത് നമ്മളെല്ലാം ഇത് കണക്ക് നമ്മൾ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ച് നമ്മൾ പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയുമാണ്. അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര വേണമെന്ന്. നമ്മളിപ്പോൾ ഏകദേശം ഒരു പിടി എടുക്കുന്നുണ്ട്. അതും നമ്മൾ മിക്സിക്കകത്തിട്ടടിച്ച് നമ്മളെല്ലാം നമ്മളൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമ്മൾ വെളുത്തുള്ളിയാണ്. അതും ഒരു പിടി വെളുത്തുള്ളിയാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളെല്ലാം പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു ഫ്രൈ പോലെ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ചിക്കൻ മസാല അതിന് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനെല്ലാം നമ്മൾ ഈ ഗ്രേവിക്കകത്തോട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റോളം അതൊന്ന് തിളപ്പിക്കണം. അപ്പം നമ്മുടെ ഈ ഗ്രേവിയിലെ ടേസ്റ്റെല്ലാം നമ്മുടെ ചിക്കനകത്തോട്ട് മിക്സ് ആയിക്കോളും. അത് കഴിഞ്ഞിപ്പം നമ്മുടെ ചിക്കനും റെഡിയായി, നമ്മുടെ റൈസും റെഡിയായി. അപ്പം നമ്മളിനി അത് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം കുറച്ച് റൈസ് നമ്മളിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇട്ട് അങ്ങനെ ലെയറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മളിത് അടച്ചു വെച്ചിട്ട് കനലിടുകയാണ്. അതാകുമ്പോൾ താഴെയും മുകളിലും നമ്മൾ കനലിടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി സെറ്റായിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.